തലവേദനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആടി അതൊക്കെ കുറഞ്ഞു, ഇപ്പൊ മാറി. അത് നിനക്ക് തലവേദന അല്ലായിരുന്നല്ലോ, വയറുവേദന ആയിരുന്നല്ലേ? നീ തലവേദന എന്നാണോ പറഞ്ഞേ? ഞാൻ കേട്ടത് വയറുവേദന. ആ അല്ല ഇനി നീ അസൈൻമെന്റ് വെച്ചാ? ഇന്നലെ ലാസ്റ്റ് നൈറ്റ്. അയ്യോ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്, വെച്ചിട്ടില്ല. ഞാൻ മേലെ പോകുന്നത് കണ്ട് വേഗം കൊണ്ടുവന്ന് വെച്ചിട്ട് വാ. ചെല്ല്. മേലെയാണോ ഉള്ളേ? സാരല്ല, എന്നാലും ലിഫ്റ്റിൽ പോ. ഇന്നലെ വന്നില്ലെന്ന് പറഞ്ഞാ മതി. ആ ശരി, ഞാൻ പോയി കൊണ്ടു കൊടുത്തിട്ട് വരാം. ഓ ഈ പേപ്പർ. നിന്റെ തലവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? പറഞ്ഞിട്ട് എന്റെ ദൈവമേ, ഇങ്ങനോട് ഞാൻ എങ്ങനെയൊന്നും ഇഷ്ടമെന്ന് പറയാ? ചെടി കൊണ്ട് കൊടുക്കുന്നേ. NSSനുള്ളവരൊന്നെങ്കിൽ 200 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ചെടി കൊടുക്കണമെന്ന് പറഞ്ഞേ. നിനക്കെങ്കിൽ ഈ ചെടി വാങ്ങിയ ടൈമില് ആ ക്യാഷ് അങ്ങ് കൊടുത്താ പോരായിരുന്നോ? അതിന് ആര് ചെടി വാങ്ങി? ഇത് ഞാൻ പോണ വഴി പഠിച്ചോണ്ടോന്നല്ലേ. നീ അത് കൊള്ളാലോടി. ഇതൊക്കെ എന്ത്? ഞാൻ ചെന്ന് ഇത് കൊടുത്തിട്ട് വരാവേ. എന്താ സൂസമ്മേ, സൂക്ഷിച്ച് കണ്ടൊക്കെ നടക്കണ്ടേ? എപ്പോഴും ഇച്ചായനൊന്ന് ഇങ്ങനെ സഹായിക്കാൻ പറ്റുമോ? അല്ല ഇച്ചായനെ. എന്താ സൂസമ്മ ഒരു സ്നേഹമില്ലാണ്ട്? നീ ഒന്ന് മനസ്സിലാച്ചാ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഒരു ഇച്ചായ മണിക്കുന്നു. കാലിലും കയ്യിലും ബോൺസിനൊക്കെ നല്ല ഫ്രാക്ചർ ഉണ്ട്. എഴുന്നേറ്റ് നടക്കാനായിട്ട് കുറച്ചും കൂടെ ടൈം ആവും. നമുക്ക് നോക്കാം. ഇതിനെല്ലാം കാരണം നീ അടിക്കവരെ, നിന്നെ ഞാൻ വിടില്ല. ശ്ശേ,
ഇതെവിടെ പോയി? നീ ഇതാരെയായിരിക്കും നീ നോക്കുന്നേ? കുറെ നേരമായല്ലോ. അത് ഞാൻ സൂസനെ, അവളെ പോയിട്ട് കുറെ നേരമായില്ലേ, ഇതുവരെ വന്നില്ലല്ലോ. അവൾ NSSന്റെ ഓഫീസിലല്ലേ പോയേ? അത് അവിടെയല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു? ആര് പറഞ്ഞു? ഞാൻ അങ്ങോട്ടേക്ക് തന്നെ നോക്കിയത്. നീ ഒന്ന് പോയേ, നിനക്ക് തോന്നുന്നു ഓരോന്നൊക്കെ. ഇവക്കിത് എന്തോന്നാടി? എവിടെയോ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഉണ്ട്, കണ്ടുപിടിക്കാം. അപ്പൊ സ്റ്റുഡൻസ്, പഠിപ്പിച്ചതെല്ലാം മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ നെക്സ്റ്റ് വീക്ക് ഞാൻ എക്സാം ഇടുന്നുണ്ട്, അതുകൊണ്ട് എല്ലാരും പ്രിപ്പയർ ആയി വരിക. ടൈം ആയല്ലോ, ഇതെന്താ ബെല്ലടിക്കാത്ത? ഓ മതി, ഒന്ന് ബെല്ലടിക്ക്. എന്നാടി, എന്നാ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. എടി വാടി, നമുക്ക് പുറത്തു പോവാം. എനിക്ക് വയ്യടി. ഞാൻ ആ NSSന് ചെടിയും കൊണ്ട് കൊടുത്തിട്ട് അങ്ങ് 8ന്റെ പണി എനിക്ക് തന്ന് ഫുള്ള് ചെടി നട്ട് നടക്കുമായിരുന്നു ഞാൻ. എനിക്ക് വയ്യ. സൂസമ്മേ, എനിക്ക് പൊന്നല്ലേ, ഒന്ന് വാടി പ്ലീസ്. ഓ ഇവളെ കൊണ്ട്. ശരി, നടക്ക്. ഇതെവിടെ പോയി? നിനക്ക് എന്നെ കഴിക്കാൻ വേണ്ടേ? ഇത് ഗൗരി എന്താടി പേടിച്ചു പോലും മനുഷ്യൻ. നിനക്ക് എന്നെ കഴിക്കാൻ വേണ്ടേന്ന്? നീ എന്നടി കണ്ണു തുറന്നോട് സ്വപ്നം കാണുവാണോ? ഓ എനിക്ക് എന്തേലും മതി. എടാ, ഇന്ത്യൻ സെറ്റ് ആയിട്ടുണ്ട്. 21 ഡേക്ക് ഞാൻ കൊടുത്തേക്കുന്നത്. അത് പോരെടാ ശ്രീ? ആ പോതും. ആഹാ, ദേടാ അവളുമാര് കുറച്ചായാലും എല്ലാത്തിനും ഒരുമിച്ച് കണ്ടിട്ട്. പാടാ, നമുക്ക് അവളുമാരുടെ പോയിരിക്കാം. ഇപ്പൊ ഇതൊക്കെ എന്താ തേവയില്ലാത്ത വിഷയം? തേവയില്ലാത്ത വിഷയ? ഇതൊക്കെ തേവയുള്ള വിഷയ. നീ ഇങ്ങ് വന്നേടാ ചെറുക്ക. ഓ കൊടപുളേ. ഹലോ, കൊറേ നാളായല്ലോ എല്ലാരും കണ്ടിട്ട്. ഹായ്, വാ ഇരിക്ക്. കൊറേ ആയല്ലോ എല്ലാരും കണ്ടിട്ട്. അയ്യോ, ശ്രീക്ക് സീറ്റ് ഇല്ലേ? അന്നേടാ ഗൗരിയുടെ അടുത്ത് കസേരയുണ്ട്, നീ അവിടെ പോയിരിക്കേ. നീ എന്തിനാണ് എങ്ങനെ നോക്കി പഠിപ്പിക്കുന്നേ? സീറ്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ. ഒന്ന് പോയി ഇരിക്കണം. ഗൗരിനെ ശ്രദ്ധിച്ചോ നീ? കണ്ടടി കണ്ടു, ഇതത് തന്നെ. ഞാനെന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? എന്റെ നെഞ്ചൊക്കെ എന്തെങ്കിലും നിൽപ്പിക്കുന്നേ. ഇപ്പൊ എന്താ ഒന്ന് സംസാരിക്കാം? ദേവേട്ടാ, ആ
ബുക്ക് ഞാൻ മറ്റന്നാ കൊണ്ട് തരാവേ. அதுக்கு நான் புக்கு கேட்டே இப்போ. ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇങ്ങേർക്ക് എന്താ ഇതിന് മാത്രം ഫോണിൽ നോക്കാനുള്ളേ? ദേവേട്ടാ, எதுக்குடி இப்படி டிஸ்டர்ப் பண்ற? എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട് ദേവേട്ടാ ബുക്സില്. എനിക്കൊന്ന് പറഞ്ഞു തരുമോ? என்ன டவுட்? അത് ഇപ്പൊ എന്റെ കയ്യിലെ ബുക്കില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ആകാശം പോലെ അകലെ അരികത്തായി ഉയരെ ദൂരത്തോ. ഇനി ഞങ്ങൾ പോട്ടെ, ടൈമായി. അപ്പൊ ശരി, നിങ്ങൾ വിട്ടോ, നമുക്ക് പിന്നെ കാണാം. സുസുമോ, സൂക്ഷിച്ച് നടക്കണേ. എപ്പോഴും ഇച്ചാരിങ്ങ രക്ഷിക്കാനൊന്നും പറ്റില്ല. ബൈ ദേവേട്ടാ. നമുക്കവളോട് ചോദിച്ചാലോ? വേണ്ട വേണ്ട, നമ്മളായിട്ട് ചോദിക്കണ്ട, അവളായിട്ട് ഇങ്ങോട്ട് വന്ന് പറയണം. അവള് പറയൂ അതിന്. യെസ്, അവളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കും. ഉറക്കവും വരുന്നില്ലല്ലോ. ഓ, അങ്ങേരോടാണെങ്കിൽ സംസാരിക്കാനും തോന്നുക. ഒന്ന് വിളിച്ചു നോക്കിയല്ലോ. എന്തെങ്കിലും പറയോ? വിളിക്കാം. ഹലോ, என்ன வேணும்? ദേവേട്ടൻ ഫുഡ് കഴിച്ചായിരുന്നോ? இது கேக்குறதுக்கு தானா நீ கால் செஞ்ச? അല്ല, ഇത് ചോദിക്കാനല്ല. அப்புறம் അത് ഡൗട്ട് ഈവനിങ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടെന്ന്? ഈ പാതിരാത്രിക്കാണോടി നിന്റെ ഡൗട്ട്? ടൈം എത്രയെന്ന് അറിയോ നിനക്ക്? ടൈമോ? ടൈം ഇപ്പം 2:45. ഇത്രയും ടൈമായിരുന്നു? ഇല്ലടി, ആയില്ല. സോറി ദേവേട്ടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. പോയി കിടന്ന് ഉറങ്ങടി. അയ്യോ, വെക്കല്ലേ. ഓ, ചൊല്ലിത്തൊല്ല എന്ന വിഷയം. അല്ല, ഡൗട്ട്. ഓ, നാളേക്ക് ബ്രേക്ക് ടൈം ലൈബ്രറി വാ, ചൊല്ലിത്തരേൻ. താങ്ക് യു ദേവേട്ടാ. ഗുഡ് നൈറ്റ്. ഓ, നാളെ ദേവേട്ടന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാം. എന്തൊരു ദേഷ്യം ഇങ്ങർക്ക്. ദേഷ്യമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. എടി, ഇന്ന് ഞാൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. വാവ്, ബിരിയാണിയോ? എന്നാടി സ്പെഷ്യൽ ആയിട്ട്? ചേച്ചിയുടെ ഹസ് വന്നതിനെ പുറത്തുനിന്ന്, അതിന്റെ വകയാ. അതെന്തായാലും പൊളിച്ച്. നീ എന്നെയാ ഫോൺ നോക്കിയിരിക്കുന്നേ? കുറെ നേരമായല്ലോ. ഇന്നലെ മുതലേ കുറെ മെസ്സേജ് വന്നോണ്ടിരിക്കുവാടി. ആരാന്ന് ചോദിച്ചിട്ടാണെ ഒന്നും പറയുന്നില്ല. അതാരാടി? ആരാ നിന്നോട് ചോദിച്ച എനിക്ക് എങ്ങനെ അറിയാനാ? ഇനി വല്ല അജ്ഞാത കാമുകന്മാരെങ്ങാനാണോ? പിന്നെ അജ്ഞാത കാമുകൻ ഒന്ന് പോയടി. അല്ല, പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞ. വാ, ബെല്ലടിച്ച്. എടി, നിങ്ങൾ നടന്നോ? എനിക്കൊന്ന് ലൈബ്രറി പോണം. ചെല്ല്. കാവടി തുള്ളിയാ പോണേ. ട്രാജഡിയായിട്ട് വരാതിരുന്നാ മതി. കരിമൊക്കെ വളച്ചൊന്നും പറയാതടി. അവള് പോയിട്ട് വരട്ടെ. ഇതെവിടെ പോയി? വന്നില്ല ഇതുവരെ. ഇനി അങ്ങനെ മറന്നെങ്ങനെ പോയോ? എന്താ നിന്റെ ഡൗട്ട്? അത് പിന്നെ
ഈ ഡയഗ്രാം, ഇതിന്റെ കണക്ഷൻ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആകാശം പോലെ അകലെ അരികത്തായി. இந்த டயக்ராம் பாத்தியா? இவ்வளவுதான். இப்ப புரியுதா இதோட கனெக்ஷன்? മനസ്സിലായി. ദേവടാ പോവല്ലേ? இனி என்ன வேணும் உனக்கு? உனக்கு ஏதாவது என்கிட்ட பேசணுமா? അത് പിന്നെ ஹலோ சொல்லுடா. அதே வந்துட்டேன். எனக்கு ஒரு அர்ஜென்டான வேலை இருக்கு, நான் போறேன். എന്റെ ദൈവമേ, ഇങ്ങനോട് ഞാൻ എങ്ങനെയൊന്ന് ഇഷ്ടമെന്ന് പറയാം? എനിക്ക് കൈയും കാലം കിടന്ന് വിറയ്ക്കുക. എനിക്ക് വട്ട് പിടിക്കുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിയാൻ ഞാൻ ശ്വാസം മുട്ടി ചാവും. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ ദൈവമേ. എടാ ശ്രീക്ക് നല്ല മാറ്റമില്ലേ? ഉണ്ട്. ക്യാൻറ്റീനിൽ വെച്ചൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും പിന്നെ ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ശ്രീക്ക് നല്ല മാറ്റമൊന്നല്ല, എന്നാലും ഒരു മാറ്റമുണ്ട്. നീ അവളുമാരൊന്ന് വിളിച്ചു നോക്കിയേ. ആടാ, ഈ പീരീഡ് കഴിഞ്ഞിട്ട് വിളിക്കാം. ലച്ചു എന്നെ മിനിഞ്ഞാന്നും കൂടെ വിളിച്ച് ചോദിച്ചടാ അവര് സെറ്റായോന്ന്. ഇവരെ അമ്മയുടെ അച്ഛന്റെ മോനാണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അവരെന്തോ റൊമാൻറ്റിക് അല്ലേ? പ്രണയം മനുഷ്യനെ മാറ്റുമെന്നൊക്കെയല്ലേ പറയുന്നേ. അവന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. നമുക്ക് നോക്കാടാ. പിന്നെ അവളുമാരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എന്തോ പ്ലാനോ ജലസാക്കണോ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും അടുത്ത പീരീഡ് നമുക്കൊന്നെങ്കിൽ അങ്ങോട്ട് പോയി കാണാം, അല്ലെങ്കിൽ വിളിക്കാം. ഹലോ, ഇത് കേൾക്കുന്നുണ്ടോ? ഞാനും ഗൗരിയും ടൗണിന്റെ സൈഡിൽ നിൽക്കുവാടി. ഞങ്ങൾ ആ സൈഡിലെത്തിയ സമയത്ത് മഴ നന്നായിട്ട് പെയ്ത്. നിങ്ങൾ എന്തായാലും ക്ലാസ്സിൽ കയറിക്കോ, ഞങ്ങൾ ഇപ്പൊ വരാം. ചിരിക്കുന്നേ, ഈ മഴ കാണാൻ എന്ത് ഭംഗിയല്ലേ? ഇവക്കെന്ത് ഭ്രാന്തായ? നനഞ്ഞ കുളിച്ചിരിക്കുമ്പോഴാ ഭംഗി. നീ ഇങ്ങ് വന്നേ, ആ ഗ്രൗണ്ടിന്റെ വഴി കൂടെ എങ്ങനെ പോവാ. ഇതാരാടി? ദേവി, നമ്മുടെ സീനിയർ. എന്താ ചേട്ടാ? നിങ്ങളത് എങ്ങോട്ടാ? ഈ ഗ്രൗണ്ടിന്റെ വഴി കൂടെ? അല്ല, അത് പിന്നെ ഷോർട്ട് കട്ട് ആയതുകൊണ്ട്. അവിടെ ഫുള്ള് വെള്ളമാണ്, പോകാൻ പറ്റത്തില്ല. നിങ്ങൾ മറ്റേ വഴി പോ. ആ ശരി ചേട്ടാ, ബൈ.
ഉള്ളേ. അവിടെ വെള്ളമായതുകൊണ്ട് ആ വഴി പോകണ്ടെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താടി? എടി അതുവരെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോയ ടൈമില് അവള് ഒരു നോട്ടം നോക്കിയടി അങ്ങേര്. അവൾ ഓൾറെഡി അയാളെ നോക്കിക്കൊണ്ട് നിക്കുക. സത്യം പറഞ്ഞ അവരെ കണ്ടപ്പോ എനിക്ക് നാണം വന്നടി. നീ പറഞ്ഞ ശരിയാടി, അവരൊടുക്കത്ത് മേച്ച. ഗൗരി, താനവിടെ പോയതാ? ഞാനൊന്ന് ലൈബ്രറിയിൽ പോയതാ. ഇനി ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. ആഹാ, എന്നിട്ട് അവരൊക്കെ എവിടെ? അവരവിടെ ഇരുന്ന് അസൈൻമെന്റ് എഴുതുക. എനിക്ക് പിന്നെ ബോറടിച്ചോണ്ട് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാ. ഞങ്ങളും അതെ, അവന്മാർ രണ്ടും നേരത്തെ ഇറങ്ങി. ഞങ്ങളും ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാ. താൻ പുറത്തൊക്കെ ഇടന്ന് ചായ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ക്യാൻറ്റീനിലെ ചായ പോലൊന്നും അല്ല, അടിപൊളിയാ. എനിക്ക് താൻ വാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. വേണ്ട, നിങ്ങൾ പോയി കുടിച്ചിട്ട് വാ. എന്റെ ഗൗരി, എന്തിനാ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? താൻ വാടോ. എടാ ശ്രീ, ഞാൻ വണ്ടി ചാപ്പലിന്റെ സൈഡിലാണ് വെച്ചേക്കുന്നത്. ഞാനതൊന്ന് ഷെഡിലേക്ക് വെച്ചിട്ട് വരാവേ. നിങ്ങൾ ചായ കുടിക്കേ. എടാ നിക്ക്. കുടിക്കേ. നല്ല ചായ. ഞങ്ങൾ ഇതുവരെ കടയിൽ വന്നിട്ടില്ല. കഴിക്കാനൊന്നും കൊടുക്കും. എന്നാ ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. നല്ല ടേസ്റ്റ് ഒക്കെ തന്നിട്ട്. നീ എന്താ നോക്കുന്ന? നിങ്ങളെ എന്ത്? മഴ മഴ കാണാൻ നല്ല ഭംഗിയല്ലേ? എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. കുടിച്ചു കഴിഞ്ഞില്ലേ? പോവാൻ നോക്ക്. നിന്റെ കയ്യിൽ കുടയൊന്നുമില്ല? ഇല്ല. ഈ മഴക്കാലത്ത് കുടയില്ലാണ്ട് ആരെയും വരുവടി? വേഗം പോവാൻ നോക്ക്. എടി, നീ ഷട്ടിലിന് പേര് കൊടുത്തായിരുന്നോ? അയ്യോ, അത് ഞാൻ കൊടുത്തില്ലടി. കീർത്തന മിസ് ഓടിച്ചോടത്തിലുണ്ടെന്നാ തോന്നുന്നേ. ഒന്ന് പോയി കൊടുക്കടി പേര്. ഓ, ഞാനിപ്പോ വന്നൊന്ന് ഇരുന്നേ ഉള്ളടി. എടുത്തൊരു നീ ലൈബ്രറിയിലേക്ക് പോകുമല്ലേ? പോകുന്ന വഴി ആ ഒളിച്ചോർത്ത് കയറി കീർത്തന മിസ്സിന്റെ അടുത്ത് എന്റെ ഇവളുടെ നെയിം ഒന്ന് കൊടുക്കടി ഷട്ടിലിന്. ആടി, ഞാൻ പറയാം. എടാ, എല്ലാ ലിസ്റ്റും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഗ്രൗണ്ടിൽ പോയാലോ? മഴ ആയതുകൊണ്ട് കുറച്ചായില്ലേ പ്രാക്ടീസ് ചെയ്തിട്ട്. അവിടെ പോവാ. ശ്രീ എവിടെ? എടാ, അവരവിടെ നിൽപ്പുണ്ട്. നോക്കിയടാ, ജെനി. ഇവിടെ കുറച്ചുനാൾ ഇല്ലായിരുന്നല്ലോ, മാരണം പിന്നെയും വന്ന. ശ്രീ, എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? ഇനി ആ ലവ് ഡ്രാമ നീ കളിക്കണ്ട.
ഇത് വെറുതെ എന്നെ കാണിക്കാനുള്ള പ്ലാനാണെന്ന് എനിക്കറിയാം ശ്രീ. നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ഈ ഡ്രാമ ഒന്ന് നിർത്ത് ശ്രീ. നിന്നോട് അവൾക്ക് പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് നിന്നേനെ. ഇതുവരെ അവൾ എന്റെ അടുത്തൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. അവൾക്ക് നിന്റെ അടുത്ത് ഒട്ടും പൊസസീവ്നെസ് ഇല്ല. എനിക്കറിയാം ഇതൊക്കെ. ഇത് വെറുതെ എന്നെ മണ്ടിയാക്കാനായിട്ട് നീ എനിക്കിങ്ങനെ ഒന്ന് കാണിക്കാതെ ശ്രീ. ചേടാ, ഈ മാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതവിടെ പോയി. ഇവൾ പിന്നെ വന്നു. ഇവളെന്തിനാ ദേവനോട് ഇങ്ങനെ സംസാരിക്കുന്നേ? നീ നിന്റെ കാര്യം നോക്കി പോ ജെനി. പ്ലീസ് ദേവേട്ടാ. ഓ, ഇവിടെ വന്നോ നീ? നിനക്ക് എന്താടി ഇവിടെ കാര്യം? ഇത് ഞാൻ നിന്നോട് ചോദിക്കേണ്ട കാര്യ. നിനക്ക് എന്താടി എന്റെ ദേവേട്ടനോട് ഇത്ര സംസാരിക്കാനായിട്ട്? എടി നീ എന്നെ എന്താ വിളിച്ചേ? അതേടി, നീന്ന് തന്നെയാ വിളിക്കുന്നെ. അങ്ങോട്ട് തരുന്നത് ഇങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. അന്ന് നീ എന്നെ തല്ലിയപ്പോ ഞാൻ തിരിച്ച് തല്ലിയില്ലെന്നോർത്ത് എപ്പോഴും എന്റെ മെക്കെട്ട് കയറാൻ വന്നോണ്ടല്ലോ. പിന്നെ ഇനി മേലാൽ എന്റെ ദേവേട്ടന്റെ നേൽവക്കത്ത് പോലും എന്റെ കണ്ടു പോകരുത്. ദേവേട്ടൻ എന്റെയാ, എന്റെ മാത്രം. എന്താണ് ഇവിടെ ഇപ്പൊ ഉണ്ടായേ? അത് നമ്മുടെ പഴയ ഗൗരി തന്നെയാണോടാ? അല്ലടാ, അത് നമ്മുടെ പഴയ ഗൗരിയല്ല. നീ ഒന്നവിടെ നിന്നെ. നീ ഇപ്പൊ എന്തൊക്കെയാ അവളോട് പറഞ്ഞേ? ഞാൻ പെട്ടെന്ന് ദേവേട്ടൻ അവൾ ശല്യം ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് മാത്രാണോ? உனக்கு என்கிட்ட ஏதாவது சொல்லணுமா? அது എനിക്കിപ്പോ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ പോണ എനിക്ക്. ഞാൻ എന്തൊക്കെയാന്ന് കാണിച്ച? ഞാൻ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയേ? ദേവേട്ടൻ എന്ത് വിചാരിച്ചു കാണും? ഓ, ഇന്ന് നല്ലൊരു ചാൻസ് ആയിരുന്നു പറയാനായിട്ട്. പക്ഷെ എന്നെ കൊണ്ട് എനിക്ക് എന്താ ദേവേട്ടൻ അടുത്ത് വരുമ്പോ? ഇങ്ങനെയായ ഞാൻ എങ്ങനെ എന്റെ ഫീലിങ്സ് ദേവേട്ടനോടൊന്ന് പറയാം? നോ, നാളെ എന്തായാലും പറയും ഞാൻ. എനിക്ക് വയ്യ ഇതിങ്ങനെ ഉള്ളിക്കൊണ്ട് നടക്കാനായിട്ട്. എടി, ഇന്ന് 2 പേര് NSS. നമുക്ക് ആ ബ്ലോക്കിന്റെ സൈഡ് ചെയ്ത് കേട്ടാലോ? ഓക്കെ, എന്നാ വാ. എടി, ഞാനിപ്പോ വരാം, നിങ്ങൾ നടന്നോ? ശരി, വേഗം വന്നേക്കണേ. ഇനി ഇത് മനസ്സിൽ കൊണ്ടു നടക്കാൻ എനിക്ക് വയ്യ. എനിക്ക് എന്തായാലും പറയണം. ദൈവം എനിക്ക് ധൈര്യം തരണേ. വിളിച്ചു നോക്കാം. ഹലോ ദേവേട്ടാ, ഒന്ന് ലൈബ്രറിയിലേക്ക് വരുമോ? ഇപ്പൊ തന്നെ. ഞാനിവിടെ വെയിറ്റ് ചെയ്യുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? ദേവേട്ടാ, അത് சொல்லு, என்ன விஷயம்? அது പിന്നെ கௌரி, என் கண்ண பாரு, என்ன சொல்லு. എനിക്ക് ദേവേട്ടനെ ഇഷ്ടം. நிஜமா உனக்கு என்ன பிடிக்குமா? അതെ, ശരിക്കും എനിക്ക് ദേവേട്ടനെ ഇഷ്ടം. ഐ ലവ് യു ദേവേട്ട. நானும் உங்ககிட்ட இந்த விஷயம் எப்படி சொல்லணும்னு நினைச்சிட்டு இருந்தேன். എന്ന് വെച്ചാ ദേവേട്ടനും എന്നെ? ஆமா, நானும் உன்னை லவ் பண்றேன். ദേവേട്ട, സത്യാണോ? ஆமாடி, நான் உன்னை விரும்புறேன்.
ഐ ലവ് യു ഗൗരി. கௌரி, ரொம்ப நாளா எனக்கு ஒரு அவசடி. இத்தனை நாளா இந்த ஃபீலிங்ஸ் நான் எனக்குள்ள மூடி வச்சேன். ஆனா இனி எனக்கு முடியாது. ஐ லவ் யூ. சாரி கௌரி. എന്റെ അമ്മേ, സ്വപ്നായിരുന്നു. എനിക്ക് ദൈവമേ, ശരിക്കും നടന്ന പോലെ ഫീൽ ചെയ്യുക. ഓ ഗോഡ്, എനിക്ക് വട്ട് പിടിക്കുന്നുണ്ട്. ഇതാരെ കിടന്ന് വിളിക്കുന്നെ? സൂസൻ. ഹലോ, എന്താടി വിളിച്ചേ? എന്താടി വിളിച്ചതോ? ടൈം നോക്കടി പെണ്ണേ, നീ എന്താടി കോളേജിൽ വരുന്നില്ലേ? ടൈമിനെന്താ? അയ്യോ 10 മണി. നിനക്ക് എന്താടി ബോധമൊന്നും ഇല്ലേ? ഏടി ഒരു അരമണിക്കൂർ, ഞാനിപ്പോ വരാം. ഇങ്ങനെ താമസിക്കാതെ ഞാൻ തീരും. ഇങ്ങനെ സ്വപ്നത്തിൽ പോലെ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുക. ഇനി എനിക്ക് പറ്റത്തില്ല. ഇന്ന് എന്തായാലും ഞാൻ പറയും. എനിക്ക് വയ്യത് നീ ഇങ്ങനെ സഹിക്കാൻ. വീണ വിഷ്ണു ഒരു ഹായ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് വീണ. ഹായ് വീണ, സുഖല്ലേ? താൻ എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കട്ടോ. പിന്നെ സൂര്യ BTS ആർമികൾ ഒരു ഹായ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് സൂര്യ. സൂര്യക്ക് ഹായ് വേണമെന്ന് മാത്രല്ല പറഞ്ഞേക്കുന്നത്, എന്റെ വക ഒരു ഉമ്മ കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു. ഐ ലവ് യു സൂര്യ.